നമസ്കാരം. മലയാളികളുടെ അഭിമാനം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടി സർവാഭരണ വിഭൂഷണനായി അണിഞ്ഞൊരുങ്ങി നടമാടിയപ്പോൾ ഭൂരിഭാഗം പേർക്കും അത് അംഗീകരിക്കാൻ ഒരു മടിയായിരുന്നു, അരോചകമായി തോന്നിയിരുന്നു. മീശ പിരിച്ച് മുണ്ടും മടക്കി കെട്ടി സർവാധികാരിയെ പോലെ സ്ക്രീനിൽ കണ്ട മനുഷ്യനെ ഇങ്ങനെ കണ്ടതിൽ അമ്പരപ്പായിരുന്നു ആദ്യം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ വരുന്നു. ജെൻഡർ ഇക്വാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ലാലേട്ടൻ്റെയും ടീമിൻ്റെയും തീരുമാനത്തെ ആദ്യം മടിച്ചു നിന്നവർ പോലും പിന്നീട് കൈയടിച്ചു. എന്തായാലും വിൻസ്മേര എന്ന ജ്വല്ലറി ബ്രാൻഡ് ഒറ്റ രാത്രി കൊണ്ട് ശ്രദ്ധാകേന്ദ്രമായി. പലവിധ പരസ്യങ്ങൾ ക്രിഞ്ചുകളായും അരോചകങ്ങളായും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയും നമ്മുടെ ക്ഷമ പരീക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്രാൻഡ് നെയിം എങ്ങനെയും ജനങ്ങളിൽ എത്തിക്കുക എന്നത്. അത്തരത്തിലുള്ള പല പരസ്യങ്ങളിലൂടെ തന്നെയാണ് ഇന്ന് നാം കാണുന്ന പ്രമുഖ ബ്രാൻഡുകൾ പോലും വളർന്ന് ഇന്ന് ഈ രീതിയിൽ എത്തിയിട്ടുള്ളത്. വിൻസ്മേരയുടെ പരസ്യത്തിലേക്ക് വരുമ്പോഴും ആ ഒരു ലക്ഷ്യം തന്നെയാണ് പരസ്യ നിർമ്മാതാക്കളുടെ മനസ്സിലും ഉണ്ടായിരുന്നത്. എന്തായാലും അക്കാര്യത്തിൽ പരസ്യമൊരുക്കിയ തുടരും സിനിമയിലെ ജോർജ് സാറിൻ്റെ ലക്ഷ്യം ഫലം കണ്ടിട്ടുണ്ട്. കുത്തക ജ്വല്ലറികൾ അരങ്ങുവാഴുന്ന ഈ കൊച്ചു കേരളത്തിൽ വിൻസ്മേര എന്ന നാമം വാഴ്ത്തപ്പെട്ടു. നെഗറ്റീവായാലും പോസിറ്റീവായാലും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പ്രമുഖ ജ്വല്ലറി ബ്രാൻഡുകളുടെ പേരിനൊപ്പം ഒറ്റ രാത്രി കൊണ്ട് വിൻസ്മേരയും കടന്നുകൂടി. ഇതാണ് പരസ്യത്തിൻ്റെ മായാജാലം. ആദ്യം കാണുമ്പോൾ വായിക്കാൻ പോലും കിട്ടാത്ത പേരിൽ നിന്ന് നെഗറ്റീവും പോസിറ്റീവും കമൻറ്റുകളിൽ നീന്തി തുടിച്ച വിൻസ്മേര താരമായി. മോഹൻലാൽ എന്ന താരരാജാവിന് മണിയിച്ചൊരുക്കിയ പ്രകാശ് വർമ്മയ്ക്കും വിൻസ്മേരയ്ക്കും നെഗറ്റീവുകളല്ല കേൾക്കേണ്ടി വന്നത്. കണ്ടുമറന്ന ക്ലീശേ പരസ്യ സങ്കല്പങ്ങളിൽ നിന്നും പുതിയ കാലത്തേക്കുള്ള വഴി തെളിച്ചതിൽ അവർക്ക് അഭിമാനിക്കാം. മുൻപും ജ്വല്ലറി പരസ്യങ്ങൾ പുരുഷന്മാർ ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൽ സ്ത്രൈണതയല്ല കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരസ്യത്തിലെ ജെൻഡർ ഫ്ലൂയിഡിറ്റി ആളുകളും ഏറ്റെടുത്തു എന്നതിൽ അഭിമാനിക്കാം. ഈ പരസ്യം പുറത്തു വരുന്നതിന് മുൻപ് എത്ര പേർ വിൻസ്മേര എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാമായിരുന്നു? വിരളിലെണ്ണാവുന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രമുണ്ടായിരുന്ന വിൻസ്മേരയുടെ യൂട്യൂബ് ചാനലിലൂടെ പരസ്യം കണ്ടത് ഇതിനോടകം ഏതാണ്ട് 23 ലക്ഷത്തോളം ആളുകളാണ്. മറ്റ് യൂട്യൂബ് ചാനലുകളിലെ കണക്കുകളെടുത്താൽ ഇനിയും കൂടും. ഇതിനു പുറമെ സാറ്റലൈറ്റ് ചാനലുകൾ, ന്യൂസ് ചാനലുകൾ മറ്റും പ്രൊമോട്ട് ചെയ്തതോടെ വലിയ രീതിയിൽ ഇതൊരു ചർച്ചാ വിഷയമായി. മോഹൻലാലിൻ്റെ ഭാവപ്രകടനങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് പ്രമുഖ താരങ്ങളും ന്യൂസ് ചാനലുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സാധാരണ ജനങ്ങളുമൊക്കെ ഷെയർ ചെയ്ത വീഡിയോ തീ പോലെ കത്തിപ്പടരുകയായിരുന്നു. മോഹൻലാലിനൊപ്പം തന്നെ ഈ ബ്രാൻഡ് നെയിമും വാഴ്ത്തപ്പെട്ടു. നല്ല പണമിറക്കി വമ്പന്മാരെ തന്നെ കൊണ്ടുവന്ന് പണി ക്ലീനായിട്ട് അങ്ങ് ചെയ്തു തീർത്തിട്ടുണ്ട്. ഇനി വമ്പന്മാർ വാഴുന്ന ആഭരണ ശൃംഖലയിലേക്ക് സധൈര്യമായി വിൻസ്മേരയ്ക്ക് കടന്നു വരാം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജ്വല്ലറി ഷോറൂമുകൾ തുറക്കാൻ വിൻസ്മേര ഗ്രൂപ്പിന് പദ്ധതിയുണ്ട്. അതിൽ ആദ്യത്തേത് കോഴിക്കോട് മാവൂർ റോഡിൽ ഓഗസ്റ്റ് 17 മോഹൻലാൽ തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ്. കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിലും പുതിയ ഷോറൂമുകൾ ഉടൻ തുറക്കാൻ പോവുകയാണ് വിൻസ്മേര. ആദ്യഘട്ടത്തിൽ 500 കോടിയുടെ നിക്ഷേപമാണ് ഈ ഗ്രൂപ്പ് കേരളത്തിൽ നടത്തുന്നത്. ഇതിലൂടെ 2000-ഓളം പേർക്ക് പ്രത്യക്ഷത്തിൽ തൊഴിൽ ലഭിക്കും. അതിൽ കൂടുതലും സ്ത്രീകളായിരിക്കുമെന്നാണ് കമ്പനി വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വർണ്ണാഭരണ നിർമ്മാണം, ഹോൾസെയിൽ, റീറ്റെയിൽ ജ്വല്ലറി, കയറ്റുമതി, ഇറക്കുമതി തുടങ്ങിയ സ്വർണ്ണ വ്യാപാര മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനി തന്നെയാണ് വിൻസ്മേര. അത് കേരളത്തിൽ മാത്രമാണ് ചെറിയ ബ്രാൻഡ്. ആഗോളതലത്തിൽ അത് പേരെടുത്ത് കഴിഞ്ഞ ഒരു ബ്രാൻഡ് തന്നെയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന കേരള ആഗോള നിക്ഷേപക സംഗമം വഴിയാണ് വിൻസ്മേര ഗ്രൂപ്പ് കേരളത്തിൽ എത്തുന്നത്. കണ്ണൂർ മോറാഴ സ്വദേശികളായ 4 ചെറുപ്പക്കാരാണ് ഈ സംരംഭത്തിന് പിന്നിൽ. കേരളത്തിലെ മാറിയ വ്യവസായ അന്തരീക്ഷത്തിൽ ഒരു നല്ല എൻട്രി ആയിരുന്നു ഈ ബ്രാൻഡ് പ്രതീക്ഷിച്ചിരുന്നത്. അതെന്തായാലും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പരസ്യം മാത്രമല്ലല്ലോ ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ്. വർദ്ധിച്ചു വരുന്ന ഈ പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പുത്തൻ അടവുകൾ ഇനിയും പയറ്റേണ്ടതുണ്ട് കമ്പനിക്ക്.